മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചെന്നൈയിലുള്ള പ്രഭാഷണ പരമ്പരകളും മറ്റ് കാര്യങ്ങൾക്കുമായിട്ടുള്ള യാത്രയായിരുന്നു. ധന്യമായിട്ടുള്ള അനുഭവങ്ങളുടെ പരമ്പര. ഒരു നഗരം എങ്ങനെയാണ് അടിമുടി മാറുന്നത് എന്നുള്ളത് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു അനുഭവം. ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട വീക്ഷണത്തോടുകൂടി ജീവിക്കുന്നത് കൊണ്ടും കാര്യങ്ങൾ വിലയിരുത്തുന്നത് കൊണ്ടും ഇവിടെ കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യുവാക്കളിലും മധ്യവയസ്കരിലും അത് കഴിഞ്ഞവരിലുമെല്ലാം നമ്മുടെ ആത്മീയതയോടും പൈതൃകത്തോടുമുള്ള അസാധാരണമായിട്ടുള്ള ഭക്തിയും ആചാരാനുഷ്ഠാനങ്ങളിലേക്കുള്ളൊരു പ്രയാണവും അവിടെ നിന്ന് കാണാനും കേൾക്കാനും സാധിച്ചു. ചിലതെല്ലാം അന്ധവിശ്വാസങ്ങളുടെ ലെവലിലേക്ക് വരെ പോകുന്നത് കാണാൻ സാധിച്ചു. DMK എന്ന് പറയുന്നത് നിരീശ്വരവാദി പാർട്ടിയാണ്. ADMKയും കുറെയെല്ലാം നിരീശ്വരവാദി പാർട്ടി തന്നെയാണ്. ഈശ്വരവിശ്വാസിയാണെങ്കിലും നിരീശ്വരവാദിയാണെന്ന് തെളിയിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആവശ്യമാണ്. ഇങ്ങനെയെല്ലാം ഇരിക്കെ ഓരോ മുക്കിലും മൂലയിലും അതിഗംഭീരമായിട്ടുള്ള വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ക്ഷേത്രങ്ങൾ ചെന്നൈയിൽ വരുന്നൊരു കാഴ്ച അത്ഭുതകരമായിട്ട് തോന്നി. ധാരാളം വ്യക്തികൾ ക്ഷേത്രത്തിലേക്ക് പോവുകയും ധാരാളം TV ചാനലുകളിൽ തമിഴില് നമ്മളുടെ ആത്മീയതയെക്കുറിച്ചുള്ള നിരന്തര പ്രഭാഷണങ്ങൾ, ഇന്റർവ്യൂകൾ, വിലയിരുത്തലുകൾ, ക്ഷേത്രോത്സവങ്ങൾ, ആത്മീയ പ്രഭാഷണങ്ങൾ, ഇതെല്ലാം കേരളത്തേക്കാൾ ഒരു 10 ഇരട്ടി യുക്തിവാദികൾ നിറഞ്ഞ, നിരീശ്വരവാദികൾ നിറഞ്ഞ തമിഴ്നാട്ടില് ഇപ്പൊ നിറഞ്ഞു വരുന്നതായിട്ട് കാണും. എല്ലാ വിഭാഗം ജനങ്ങളിലും ഈ പൈതൃകത്തോടും ആത്മീയതയോടുമുള്ള താല്പര്യം അതിഗംഭീരമായിട്ട്. പണ്ട് തിരുവണ്ണാമലൈ പോലെയുള്ള പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ക്യൂവിൽ നിന്ന് പോകേണ്ടി വരുന്ന ഒരു ലെവലിലേക്ക് ഇന്ന് അന്തരീക്ഷം മാറിയിരിക്കുന്നു. നാമജപവും കീർത്തനങ്ങളും വേദ പഠനവുമെല്ലാം ഭംഗിയായിട്ട് തിരിച്ചു വരുന്നൊരു കാഴ്ച. യഥാർത്ഥത്തിൽ ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കുറേ സമൂഹദ്രോഹികള് അതിനെ തിന്മയിലേക്ക് വഴിതിരിച്ചു വിട്ടു എങ്കിലും അതും പൈതൃകത്തിന്റെ അമ്പലങ്ങളിൽ അർപ്പിക്കുന്ന കാളകളും പശുക്കളുമെല്ലാം അതിന് ആരോഗ്യമില്ലാതെ, അതിനെ ആരും നോക്കാനില്ലാതെ, അമ്പലങ്ങളിൽ അർപ്പിക്കുന്ന കാളകൾക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പരിപാലനവും ഇല്ലാതിരുന്നതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ, ആ അമ്പലക്കാളകളെ പൂർണ്ണമായിട്ടും ആരോഗ്യപൂർണമാക്കാനും, ആ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ അമ്പലങ്ങളിലും ആ കാളകളുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ കുറേ അധികം പോര് നടത്തുന്ന മാതിരി വേദനിപ്പിക്കാതെ, അങ്ങനെയാണ് ജല്ലിക്കെട്ട് തമിഴ്നാട് മുഴുവനും ആരംഭിച്ചത്. ഇന്ന് മറ്റൊരു ലെവലിലേക്ക്, കുറച്ച് സ്ഥലങ്ങളിലേക്ക് അത് പോയിട്ടുണ്ട്. ബാക്കി മുഴുവനും ആ ആത്മീയതയുടെ പര്യവേക്ഷണവും ശക്തിയുള്ള മൃഗങ്ങളെ ഉണ്ടാക്കലും അതിൻ്റെ ലക്ഷണമായിട്ട് തന്നെയാണ് ഇന്നും അത് നടക്കുന്നത്. പ്രാണികളോടുള്ള, പശുക്കളോടുള്ള, കാളകളോടുള്ള ഹിംസയെ ന്യായീകരിച്ചതല്ല, അതങ്ങനെ പോയിട്ടുണ്ട്. കമലഹാസൻ പറഞ്ഞ പോലെ
കേരളത്തിലെ അമ്പലങ്ങളിൽ മുഴുവനും കൂച്ചുവലങ്ങിട്ട ആനകളെ ഈ പൊരി വെയിലത്ത് തൃശ്ശൂർ പൂരത്തിന്റെയും പേരിൽ നിർത്തുന്ന, അതിനെ ന്യായീകരിക്കുന്ന കുറേ പേര് ജല്ലിക്കെട്ടിനെ എതിർക്കുന്നുണ്ട്. ഇത് കമലഹാസന്റെ വരിയാണ്. അതേപോലെ ഹലാൽ ചിക്കന്റെയും ഹലാൽ മട്ടന്റെയും ഹലാൽ ബീഫിന്റെയും പേരിൽ ചക്രശ്വാസം വലിപ്പിച്ച് ഈ കാളകളെയും പശുക്കളെയും പോത്തിനെയും ഒക്കെ കൊല്ലുന്നതിന് എതിരെ കോടതി പോലും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് വളരെ ലാവിഷായിട്ട് ഹിംസകളാകാം, മറുസ്ഥലത്ത് ഇതിനെല്ലാം എതിർക്കുന്ന കുറെ വ്യക്തികളുണ്ട്. ഞാൻ എതിർക്കുന്നവരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റഭിപ്രായങ്ങൾ പറയുന്നവനെ കുറിച്ചിട്ടോ ഉള്ള വിലയിരുത്തലുകളല്ല നടത്തിയത്, മാറ്റം വരുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ധന്യമായിട്ടുള്ള ഒത്തുചേരലുകളും ആത്മീയതയും ഭാഗവത സപ്താഹവും എല്ലായിടത്തും നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണം, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ വളരുന്നത് ഈ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ കഴിയുമ്പോൾ ഒരു ദിവസം കർത്തവാവായിരുന്നു, അമാവാസിയായിരുന്നു. എത്ര വീടുകളിൽ അമാവാസി ദിവസം ദൃഷ്ടിയില്ലാതെയാക്കാനുള്ള കുമ്പളങ്ങ മുറിക്കലുമെല്ലാം. അത്രയും കുമ്പളങ്ങ വേസ്റ്റാക്കുന്നതിൽ എനിക്ക് ദുഃഖം തോന്നി. എങ്കിലും ഇതിനെല്ലാം എതിർത്തുകൊണ്ടിരുന്നവർ തന്നെയാണ് ഇതിലേക്ക് പോകുന്നത് എന്നുള്ള കാഴ്ചയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മാത്രമല്ല DMK നേതാക്കൾ മുഴുവനും അസാധാരണമാം വിധത്തിൽ ഭക്തന്മാരായി, ഹിന്ദു ഭക്തന്മാരായി, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് വേണ്ടി, ഹിന്ദു കാര്യങ്ങൾക്ക് വേണ്ടി, ഹിന്ദു വഴിപാടുകൾക്ക് വേണ്ടി, ഹൈന്ദവമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല. അവിടുത്തെ മുഖ്യമന്ത്രി ഭസ്മം തൊടാതെ, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പോകാതെ ഒരു രാഷ്ട്രീയ കാര്യത്തിലും ഇടപെടാറില്ല. അത്രയും അധികം ഭക്തനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അത് മനസ്സിനകത്തും പുറത്തും അദ്ദേഹത്തിന്റെ ഭക്തി കാണാൻ സാധിക്കും. അങ്ങനെ തമിഴ്നാട് അടിമുടി ഭാരതീയ പൈതൃകത്തിന്റെ ആത്മീയതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, ക്ഷേത്രങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, മതപരിവർത്തനത്തിന്റെ അളവും ഇന്റൻസിറ്റിയും കുറേയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ളൊരു കാഴ്ച ധന്യമായിട്ട് അവിടെ കാണാൻ സാധിച്ചു. ഏതായാലും ഓരോ വ്യക്തിയും ജീവിതത്തിൽ മാറുന്നു. കുറേ വ്യക്തികളോട് ചോദിച്ചപ്പോഴത്തേക്കും വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കുറേ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. പരസ്പരം ബന്ധപ്പെടാതെ ഒരേ അഭിപ്രായം പറയാത്ത പല സ്ഥാപനങ്ങളിലും ചില കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതും അത്ഭുതകരമായിട്ടുള്ള വസ്തുതയാണ്. പണ്ട് കുറച്ചു കാലം മുമ്പ് വരെ ചെറുപ്പക്കാരൊക്കെ വിവാഹം കഴിക്കുമ്പോഴും ഗൃഹപ്രവേശം നടത്തുമ്പോഴും പുതിയ വീട് കെട്ടുമ്പോഴും ഒന്നിനെക്കുറിച്ചും വലിയ വിലയൊന്നും കൽപ്പിച്ചിരുന്നില്ല, വലിയ മൂല്യമൊന്നും കൽപ്പിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് വിവാഹം കഴിക്കുകയും അല്ലെങ്കിൽ തനി യുക്തിവാദിയുടെ രീതിയിലുള്ള വിവാഹം കഴിക്കലൊക്കെ മാറി എല്ലാം ചടങ്ങുകളിൽ കഴിക്കുന്ന, മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി വിവാഹം കഴിക്കുന്ന ആ പഴയ സമ്പ്രദായത്തിന്റെ നന്മകളെടുത്ത് പുതിയതും കൂടി ചേർത്തുള്ള രീതി കാണാൻ സാധിച്ചു. IT മണ്ഡലങ്ങളിൽ വളരെ കാര്യമായ രീതിയിൽ സാമ്പത്തിക ബെനിഫിറ്റ് ശമ്പളമായിട്ട് ലഭിക്കുമ്പോൾ എല്ലാം മറന്ന് ജീവിച്ചിരുന്ന യുവതലമുറ കുറേയധികം മൂല്യത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയും എല്ലായിടത്തും കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ധന്യമായിട്ടുള്ള അനുഭവപ്പെട്ടു. ഏതായാലും വളരെയധികം അത്ഭുതകരമായ, വളരെയധികം അഭിമാനാർഹമായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഭാരത ജനതയും ഓരോ സംസ്ഥാനത്തിലെയും ജനതയും ഓരോ സമൂഹവും ഓരോ വീട്ടിലുള്ളവരും വ്യക്തിയും മാറുന്ന ആ അനുഭവമാണ് 4-5 ദിവസത്തെ യാത്രയിൽ കാണാൻ സാധിച്ചത്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. പ്രണാമം, നമസ്കാരം.